ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡാണ്. വീക്കെൻഡ് എപ്പിസോഡിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന പ്രൊമോ എന്ന് പറയുന്നത് എവിക്ഷൻ പ്രൊമോ തന്നെയാണ്. വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ട് ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു ലാലേട്ടൻ വന്ന് ഷൂട്ട് ചെയ്തത്. അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയും സംപ്രേഷണം ചെയ്യാനുള്ള എപ്പിസോഡിന്റെ ഷൂട്ട് അവർ ഓൾറെഡി വെള്ളിയാഴ്ചയാണ് ഈ ഒരു വീക്കിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു സീസൺ അവസാനിക്കുന്നത് വരെയും അതങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ശനിയാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു എവിക്ഷൻ ഉണ്ട്. ഒണിയൽ സാബുവാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നത്. മറ്റുള്ള വ്യക്തികളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വോട്ടിങ്ങിനായാലും സപ്പോർട്ടിന്റെ പേരിലായാലും ഒണിയൽ സാബു ഏറ്റവും ബാക്കിലായിരുന്നു. അപ്പോൾ ഒണിയൽ സാബുവിന്റെ ആ ഒരു എവിക്ഷൻ നമുക്കത്ര അത് ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു എവിക്ഷൻ ഒന്നും ആയിരുന്നില്ല, എക്സ്പെക്റ്റഡ് ആയിരുന്നു ഏകദേശം. പക്ഷേ നാളത്തെ ഞായറാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് ജിസയിലാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നത് എന്നൊരു അപ്ഡേറ്റ് കിട്ടിയപ്പോൾ എനിക്കതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇന്നലെ തന്നെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിസയിൽ ഈ ഒരു സമയത്ത് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ഒന്നുമല്ല. പക്ഷേ ഏകദേശം ഒരു 62 എപ്പിസോഡൊക്കെ ഇപ്പോൾ ബിഗ് ബോസിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരോ കണ്ടസ്റ്റന്റും ഇങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സപ്പോർട്ട് കൂടിയ ആ ഒരു കണ്ടസ്റ്റന്റിന് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ വിന്നർ ആവാൻ സാധിക്കുള്ളൂ. എന്തൊക്കെയാണെങ്കിലും എപ്പോഴാണെങ്കിലും പുറത്തു പോകേണ്ടവർ തന്നെയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഒരു നോമിനേഷൻ ലിസ്റ്റ് പ്രകാരം നമ്മുടെ നേവിനും സാബുമാനും അതുപോലെ തന്നെ ആദിലയും ഇവരൊക്കെ വന്നിരിക്കുന്ന ഒരു നോമിനേഷൻ ലിസ്റ്റിൽ ഏറ്റവും ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലും നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ജിസയിൽ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് പുറത്തു പോയതെന്ന് നമുക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇത് ഭയങ്കര ഞെട്ടിക്കുന്ന വാർത്ത എന്നൊന്നും പറയുന്നില്ല. കാരണം എന്തൊക്കെയാണെങ്കിലും എന്നായാലും പുറത്തു പോകേണ്ട കണ്ടസ്റ്റൻസ് തന്നെയാണ്. ഈ ഒരു സീസൺ വിജയിക്കാനൊന്നും സാധ്യതയൊന്നുമില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഒരു ടോപ്പ് 6 വരെ എത്താനുള്ളൊരു ഫാൻ ബേസ് ഇപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് പുറത്തു പോയത് എന്ന് നമുക്കൊട്ടും അത് പിടികിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം എല്ലാവരും പറയും ബിഗ് ബോസ് വോട്ടിങ്ങിൽ കള്ളത്തരം കാണിക്കുന്നുണ്ട്, പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ പിടിച്ചു നിർത്താനായിട്ട്. അതുപോലെ തന്നെ സാബുമാനൊക്കെ എന്ത് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം, നമുക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടൊരു കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ അവരെ വെറുതെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. സപ്പോർട്ട് നമ്മുടെ ഉള്ളിലുണ്ടായിട്ട് എന്ത് കാര്യം. അതുപോലെ തന്നെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ അവരുടെ പിക്ചർ കാണുമ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. അവർക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ചെന്നിട്ട് നമ്മുടെ ബിഗ് ബോസിൻ്റെ ആ ഒരു പേജിൽ കയറിയിട്ട് അതിനകത്ത് വോട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവരുടെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് ഇവർക്ക് വോട്ട് ചെയ്താൽ മാത്രമേ ഇവർക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അതാവുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ സപ്പോർട്ട് ഉണ്ട്, കമ്മ്യൂണിറ്റി ടാബുകളിൽ ഇത്രയും പെർസെൻറ്റേജ് ഓഫ് ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ കൃത്യമായ ഒരു വോട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ ജിസൈലിന് കിട്ടാത്തത് കൊണ്ടായിരിക്കും ആ ഒരു കണ്ടസ്റ്റന്റ് ഇപ്പോൾ പുറത്താക്കപ്പെട്ടത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ജിസൈലും ഒണിയൽ സാബുവും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നും നാളെയുമായിട്ടുള്ള വീക്കെൻഡ് എപ്പിസോഡുകളിൽ പുറത്തായിട്ടുണ്ട്. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്